ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് സ്റ്റാൻഡേർഡ് 4 ഇംഗ്ലീഷിൻ്റെ ദ കളർഫുൾ ട്രഷർ എന്ന് പറഞ്ഞ പാഠഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അതിൻ്റെ മുൻപേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാത്തവർ സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ടാക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദി പോസ്റ്റർ. പ്രിപ്പയർ എ സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ ടു പ്രൊമോട്ട് റീഡിങ്. താഴെ നിങ്ങൾക്കൊരു പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. ഇനി നിങ്ങളടുത്ത് പറഞ്ഞത് ഇതേപോലെയുള്ള സെയിം ഒരു ഡിജിറ്റൽ പോസ്റ്റർ ഉണ്ടാക്കാൻ. എന്തിനെക്കുറിച്ചാണ് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്? ടു പ്രൊമോട്ട് റീഡിങ്, വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോസ്റ്ററിൽ എന്താ എഴുതിയത്? ബുക്സ് ദ ബെസ്റ്റ് കമ്പനി യു ക്യാൻ കീപ്പ്. എന്താണ്? പുസ്തകങ്ങളാണ്. എന്താണ്? ഏറ്റവും നല്ലൊരു കമ്പനി, നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കമ്പനിയാണ്. ബുക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി മൈൻഡ്, ഹേർട്ട് ആൻഡ് സോൾ. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ആത്മാവിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പൺ ദ ബുക്ക് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അതർ വേൾഡ്. പുസ്തകം തുറന്ന് മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേരൂ എന്നാണ് പറയുന്നത്. വേൾഡ് ബുക്ക് ഡേ ഏപ്രിൽ 23. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്? ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കുക, എന്നിട്ട് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇതേപോലെ എന്തെങ്കിലും കോഡ്സുകൾ, ഒരു 2-3 കോഡ്സ് ഇങ്ങനെ ചെറിയ സ്റ്റാറിലാക്കിയിട്ട് എഴുതാം, ക്ലൗഡ്സിലാക്കിയിട്ട് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ എഴുതാം. നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റർ എത്ര കളർഫുൾ ആക്കാൻ പറ്റുമോ അത്രയും കളർഫുൾ ആക്കുക. പല ചിത്രങ്ങൾ കൊടുക്കുക, പല കളേഴ്സിൽ ഷെയ്ഡിൽ എഴുതുക. ഇവിടെ നിങ്ങൾക്ക് ഇതാ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പോസ്റ്ററിലേക്ക്? റീഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇവിടെ മിസ് എഴുതി റീഡിങ് റിലീവ് സ്ട്രെസ്. എന്താണത്? നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു. മേക്ക് അസ് സ്മാർട്ട്, നമ്മുടെ സ്മാർട്ടാക്കുന്നു. റീഡിങ് ഈസ് എ കീ ടു സക്സസ്. എന്താണ്? നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു താക്കോലാണ് വായന എന്ന് പറയുന്നത്. റീഡിങ് ബിൽഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നല്ല പ്രകാശമുള്ള നല്ലൊരു ഭാവിയാണ് റീഡിങ് നമുക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതുക. അടുത്ത ആക്ടിവിറ്റി, നിന്നു സോ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ഇൻ എ സ്കൂൾ ബസ്, റൈറ്റ് ഹെർ തോട്ട്സ്. നമ്മളെ ഈ പാവപ്പെട്ട കുട്ടികളിൽ ഒരാളായിരുന്നു നിന്നു. അവൾ എന്ത് കണ്ടിരുന്നു? മറ്റുള്ള കുട്ടികൾ നല്ല ഡ്രസ്സും യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് പുസ്തകമൊക്കെ വായിച്ച് സ്കൂൾ ബസ്സിൽ കയറി എല്ലാ ദിവസവും പോണത് അവർ കാണാറുണ്ടായിരുന്നു അല്ലേ? നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞതാണ്. ഇനി ആ സമയത്ത് നിന്നുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണ്? തോട്ട്സ്, ചിന്തകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒരു ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്. ഹൗ ലക്കി ദേ ആർ. അവർ എത്ര ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്? കാരണം അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ടല്ലേ, നല്ല ഡ്രസ്സുണ്ട്, യൂണിഫോം ഉണ്ട്, ബുക്സ് ഉണ്ട്, എന്നും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. സോ നമ്മൾക്ക് ആ ടൈമിൽ എന്തൊക്കെയാണ് നിന്നുവിൻ്റെ തോട്ട്സ് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഹൗ ലക്കി ദേ ആർ. എത്ര ഭാഗ്യവാന്മാരാണ് അവർ. ദേ ഹാവ് ക്ലീൻഡ് ഡ്രസ് ആൻഡ് അയേൺഡ് യൂണിഫോംസ്. നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരുന്നു അല്ലേ, അവർക്ക് എന്തുണ്ട്? നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഉണ്ട്, നല്ല ഇസ്തിരിട്ട് അയേൺ ചെയ്ത യൂണിഫോംസ് ഉണ്ട്. ദേ ക്യാൻ ഗോ ടു സ്കൂൾ എവറി ഡേ. അവർക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്. ദേ ഹാവ് ബുക്സ് ആൻഡ് ദേ ക്യാൻ റീഡ്. അവർക്ക് പുസ്തകങ്ങളുണ്ട്, അവർക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് അവർ കണ്ടീഷൻ ഈസ് വെരി ബാഡ്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. വി ഹാവ് നോ ബുക്സ്. ഞങ്ങൾക്ക് പുസ്തകങ്ങളില്ല. ആൻഡ് വി ഡോണ്ട് നോ ഹൗ ടു റീഡ്. അതുമാത്രമാണോ? ഞങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. വി ആൾസോ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഞങ്ങൾക്കും സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ട്. ബട്ട് ഹൗ വിൽ വി ഗോ. പക്ഷേ ഞങ്ങൾ എങ്ങനെ പോവും? അവർക്ക് എന്താണ്? അവർ പാവപ്പെട്ട കുട്ടികളാണ്. അവരെ സ്കൂളിൽ പറഞ്ഞേക്കാനോ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാനൊന്നും ആരുമില്ലല്ലേ. സോ ഇതൊക്കെ എഴുതുക. ആക്ടിവിറ്റി 3, സം സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആർ ഗിവൺ ബിലോ. നമ്മുടെ കഥയിൽ നിന്നുള്ള കുറച്ച് സെൻറ്റൻസുകൾ, വരികൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ദ വേർഡ്സ് ആർ ജംബിൾഡ്. പക്ഷേ എങ്ങനെയാ? ഓർഡറിലല്ല തന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജംബിളാക്കി മിക്സ് ആക്കിയിട്ടാണ് തന്നത്. റീ അറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് മീനിങ് ഫുൾ സെൻറ്റൻസ്. അത് നിങ്ങളോട് തിരുത്തി നല്ല ഓർഡറിൽ എഴുതാൻ, നല്ല അർത്ഥമുള്ള നല്ല സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. സോ നമുക്ക് എഴുതി നോക്കാം.
ഒന്നാമത്തെ സെൻറ്റൻസിൽ എന്താ തന്നത്? വോർ, ഷീ, ദുപ്പട്ട, റെഡ്, എ. ഇതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടോ? അല്ലേ, ഒരു മീനിങ്ങും ഇല്ല, ഒരു അർത്ഥവും ഇവിടെ ഇല്ല. ഇത് നമ്മൾ ജംബിൾഡ് ആക്കിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനെ ഓർഡറിലേക്ക് മാറ്റണം. ആദ്യം എന്താ എഴുതുക? ആദ്യം ഇവിടെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ ഒരാളെക്കുറിച്ചോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടില്ലേ? ഷീ എന്ന് പറഞ്ഞാൽ എന്താ? അവൾ. ആദ്യം ഷീ എന്ന് എഴുതണം. എന്താ അവൾ ചെയ്യുന്നത്? വോർ, ധരിക്കുക. എന്താണ് ധരിക്കുന്നത്? എ റെഡ് ദുപ്പട്ട, ഒരു റെഡ് ദുപ്പട്ടയാണ്, ഒരു റെഡ് ഷാളാണ് അവൾ ധരിക്കുന്നത്. സോ നമ്മുടെ സെൻറ്റൻസ് ഷീ വോർ എ റെഡ് ദുപ്പട്ട എന്ന് വരും. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. ഷീ ഉണ്ട് ടു ദം വീക്ക് മീറ്റ് നെക്സ്റ്റ് പ്രോമിസ്ഡ്. ഒരു മീനിങ്ങും ഇല്ല അല്ലേ? നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ആദ്യം നമുക്ക് ഷീ എഴുതാം. എന്താ അവൾ ചെയ്തത്? പ്രോമിസ്ഡ്, വാക്ക് കൊടുത്തു. എന്തിനാ വാക്ക് കൊടുത്തത്? ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച അവരെ കാണാമെന്ന്. സോ ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക് എന്ന് വരും. ഇനി മൂന്നാമത്തത് സ്റ്റാർട്ടഡ് ഉണ്ട്, ദീദി ഉണ്ട്, എവരി, കമ്മിങ്, ഡേ എന്നുണ്ട്. ഇതിലെന്താ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഷീയോ ദേ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടില്ലേ? ദീദി എന്നുണ്ട്, ഒരാളുടെ പേരുണ്ട്, ദീദി, ഒരു വ്യക്തിയുണ്ട്. ആ ദീദിനെ ആദ്യം എഴുതും. എന്താ ദീദി ചെയ്തത്? സ്റ്റാർട്ടഡ്, തുടങ്ങി. എന്താ തുടങ്ങിയത്? കമ്മിങ് എവരി ഡേ, എല്ലാ ദിവസവും വരാൻ. ഇനി നാലാമത്തത് ക്ലോസർ ദ ചിൽഡ്രൻ, ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് വെർ. ഇതൊക്കെയാണ് നമുക്ക് തന്നത്. ഇതിൽ നമ്മൾ ആദ്യം നോക്കണം. എന്താ നോക്കേണ്ടത്? ആ ഒരാളുടെ പേരുണ്ടോ? ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്താണ് പറയുന്നത്? എന്തുണ്ട് ഇവിടെ? മുകളിലൊക്കെ ഷീ ഉണ്ടായിരുന്നു, ദീദി ഉണ്ടായിരുന്നു. ഇവിടെ എന്താ ഉള്ളത്? ദ ചിൽഡ്രൻ, കുട്ടികൾ. സോ നമ്മൾ കുട്ടികൾ എഴുതുക. ഇനി എന്താ അവർ ചെയ്തത്? വെർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ. അവർ ക്യൂരിയസ്, അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇഞ്ചഡ് ക്ലോസർ, അടുത്തേക്ക് നീങ്ങി നിന്നു. ഇനി അഞ്ചാമത്തേത് കുഡ് ബസ് നമ്പർ ദ ചിൽഡ്രൻ നൗ ദ റീഡ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ആരാണ്? ഇവിടെയും ദ ചിൽഡ്രൻ ഉണ്ട്, ദ ചിൽഡ്രൻ എഴുതുക. എന്നിട്ട് അവർ എന്താ ചെയ്തത്? കുട്ടികൾ എന്താ ചെയ്തത്? കുഡ് റീഡ്, അവർക്ക് വായിക്കാൻ കഴിയും. എന്ത്? ദ ബസ് നമ്പർ നൗ, ഇപ്പോൾ ബസ് നമ്പർ അവർക്ക് വായിക്കാൻ കഴിയും. സോ ഈ 5 പറഞ്ഞ സെൻറ്റൻസും എങ്ങനെ മാറ്റി എഴുതാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. സോ അടുത്ത ആക്ടിവിറ്റി 4, ലുക്ക് അറ്റ് ദി വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ ചില വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ, അടിയിൽ വരച്ചിട്ടുണ്ട്. ഹിയർ അറ്റ് ആൻഡ് ഫോർ ആഡ് മീനിങ് ടു ദി സെൻറ്റൻസ്. ഈ 2 സെൻറ്റൻസിലും എന്തുണ്ട്? അടിവരട്ട് അറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഫോർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 2 വാക്കുകൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ സെൻറ്റൻസിന് കൂടുതൽ അർത്ഥം കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സെൻറ്റൻസ് വായിക്കാം. ഒന്നാമത്തത് ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. ഇവിടെ എന്താണ്? ഷീ, അവൾ കുട്ടികളെ നോക്കി ചിരിച്ചു. അപ്പോൾ അറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? കുട്ടികളെ നോക്കിയെന്നായി അല്ലേ? ഇനി രണ്ടാമത്തത് ദേ സെർച്ച്ഡ് ഫോർ ഹെർ അഡ്രസ്സ്. അവർ അന്വേഷിച്ചു. എന്താ അന്വേഷിച്ചത്? ഹെർ അഡ്രസ്സ്. ഫോർന്ന് കൊടുത്തപ്പോൾ എന്താണ് അവർ അന്വേഷിച്ചത്? അവരുടെ അഡ്രസ്സാണെന്നുള്ളൊരു അർത്ഥം ഇവിടെ വന്നു അല്ലേ? ഇനി ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദി സെൻറ്റൻസസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദി ബ്രാക്കറ്റ്. താഴെ നിങ്ങൾക്ക് കുറച്ച് ഡേഷ് ഇട്ടിട്ട് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ബ്രാക്കറ്റ്സിൽ കുറച്ച് വാക്കുകളും തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിൽ നിന്ന് ഏതാണോ താഴേക്ക് ശരിയായത് അത് ഓരോന്നും എടുത്ത് എഴുതുകയാണ് വേണ്ടത്. സോ നമുക്ക് ബ്രാക്കറ്റിലുള്ള ഓരോ വാക്കും നോക്കാം. ഒന്നാമത്തേതാണ് ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ മുകളിൽ, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ, ഇൻ ഫ്രണ്ട് ഓഫ് മുൻപിൽ, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. സോ നമുക്ക് ഇനി താഴെ തന്നിട്ടുള്ള സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദിസ് ഈസ് സ്മിനൂസ് റൂം. ഇതെന്താണ്? സ്മിനുവിൻ്റെ റൂമാണ്. സ്മിനു ഈസ് സ്റ്റാൻഡിങ് ഡേഷ് ദ ടേബിൾ. ഈ സ്മിനു എന്ന് പറയുന്നത് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ള കുട്ടിയുടെ പേരായിരിക്കും അല്ലേ? സ്മിനു ഈസ് സ്റ്റാൻഡിങ് ഡേഷ് ദ ടേബിൾ. എവിടെയാ സ്മിനു നിൽക്കുന്നത്? ടേബിളിൻ്റെ മുൻപിലല്ലേ? നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റ്സിൽ മുൻപിൽ നിന്ന് അർത്ഥം വരുന്ന വാക്കുണ്ടോ നോക്കിക്കേ. ഉണ്ടല്ലേ? എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പോൾ അവിടെ നിങ്ങൾ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് എഴുതി കൊടുക്കുക. ഇനി ഹെർ ബോൾ ഈസ് ഡേഷ് 2 ടേബിൾസ്. എവിടെയാണ് അവളുടെ ബോൾ ഉള്ളത്? 2
ടേബിളിൻ്റെ ഇടയിലാണല്ലേ. ഇടയിൽ എന്ന് പറയുന്ന അർത്ഥം വരുന്ന നമ്മുടെ വാക്ക് ഏതാണ്? ബിറ്റ്വീൻ. സോ നിങ്ങൾ അവിടെ ബിറ്റ്വീൻ എഴുതുക. ഹെർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ് ഡാഷ് ദ ടേബിൾ. ടേബിളിൻ്റെ എവിടെ കൂടെയാണ് റാബിറ്റ് പറക്കുന്നത്? മുകളിലൂടെ. മുകളിലൂടെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഓവർ. സോ അവിടെ നിങ്ങൾ ഓവർ എന്ന് എഴുതി കൊടുക്കുക. ഹെർ കാറ്റ് ഈസ് ലൈയിങ് ഡാഷ് ദ ടേബിൾ. അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്. എവിടെയാണ് പൂച്ചക്കുട്ടി ഉള്ളത്? ടേബിളിൻ്റെ എവിടെയാണുള്ളത്? അടിയിൽ. സോ നിങ്ങൾ അവിടെ അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിലാണ്. അവിടെ അണ്ടർ എന്ന് എഴുതി കൊടുക്കും. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളും ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കി ഓരോ സെൻറ്റൻസും നല്ലതുപോലെ വായിച്ച് നോക്കി കണ്ടുപിടിച്ച് എഴുതുക. അടുത്തത് ആക്ടിവിറ്റി 5. റീഡ് ദി ഫോളോയിങ് ന്യൂസ് റിപ്പോർട്ട് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ബിലോ. ഇവിടെ താഴെ നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പർ, ഒരു പത്രവാർത്ത തന്നിട്ടുണ്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അത് വായിച്ചിട്ട് താഴെ നിങ്ങൾക്ക് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണ്. ഇവിടെ നോക്കിക്കേ. സതി MV ഈസ് ഓൺ എ റീഡിംഗ് സ്പ്രീ. റീഡിംഗ് സ്പ്രീ എന്ന് പറഞ്ഞാൽ വായിക്കാൻ അമിതമായിട്ടുള്ള ഒരു ആവേശം. കാനങ്ങാട് എന്ന് പറഞ്ഞ പ്ലേസിലാണിത് സംഭവിക്കുന്നത്. എ വൊറേഷ്യസ് റീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കാൻ അമിതമായിട്ട് ഇഷ്ടമുള്ള ആൾ. ആരാണ്? സതി. എന്നപ്പോൾ സതിക്ക് എന്താണ്? വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈസ് ലിവിങ് വിത്ത് എ റെയർ ഡിസോർഡർ. എന്താണ് അവൾക്ക് എന്ത് പിടിപെട്ടിട്ടുണ്ട്? ഒരു മാരകമായ ഒരു വൈകല്യം പിടിപെട്ടിട്ടുണ്ട്. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു വർക്ക്. എന്താണ്? അവൾക്ക് നടക്കാൻ കഴിയില്ല. ഷീ ഹാസ് ബീൻ ബെഡ് റിഡൻ ഫോർ ദി പാസ്റ്റ് 25 years. അവൾ കഴിഞ്ഞ 25 വർഷമായി എന്താണ്? ബെഡ് റിഡൻ എന്ന് പറഞ്ഞാൽ കിടത്തത്തിലായിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിസീസ് ഷീ ലവ്സ് റീഡിങ്. അങ്ങനെ ഈ ഒരു അവസ്ഥയിലും, ഈ ഒരു അസുഖത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലും അവൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടു. ഷീ ഹാസ് റീഡ് മോർ ദാൻ 2000 ബുക്സ് ആൻഡ് റിവ്യൂഡ് ദം. അവൾ 2000-ലധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായിച്ച് അവൾ അതിനെക്കുറിച്ച് അവളുടെ അഭിപ്രായം, കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ ഷീ സേസ് ഹാപ്പിലി. അവൾ സന്തോഷത്തോടെ പറഞ്ഞു, മൈ ഫാദർ സിവിക് കോടക്കാട് ഈസ് ദ പേഴ്സൺ ഹൂ ലെഡ് മീ ടു ദ വണ്ടർഫുൾ വേർഡ് ഓഫ് റീഡിങ്. ഇങ്ങനെ വായനത്തിൻ്റെ നല്ല ഭംഗിയുള്ള, നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഈ ഒരു ലോകത്തേക്ക് എൻ്റെ പിതാവാണ് എന്നെ കൊണ്ടെത്തുന്നത്. ഹി ആൾസോ മോട്ടിവേറ്റഡ് മീ ടു റൈറ്റ് ആർട്ടിക്കിൾസ്. അദ്ദേഹം എന്നെ ആർട്ടിക്കിൾസ് എഴുതാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിച്ചു. ഹെർ ബയോഗ്രഫി റീഡ് ആൻഡ് ഫോർഗെറ്റ് പെയിൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ആസ് എ മോട്ടിവേഷണൽ സ്റ്റോറി. അങ്ങനെ ഇവർ എഴുതിയ റീഡ് ആൻഡ് ഫോർഗെറ്റ് പെയിൻ, വായിച്ച് വേദന മറക്കൂ എന്ന് പറഞ്ഞത് നമ്മുടെ സതി എഴുതിയ ബയോഗ്രഫിയാണ്. അത് എവിടെ ഇൻക്ലൂഡ് ചേർത്തിട്ടുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ ഒരു മോട്ടിവേഷണൽ കഥയായിട്ട്, ഒരു പ്രചോദിപ്പിക്കാനുള്ള, ഒരു മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഥയായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് എ കളക്ഷൻ ഓഫ് മോർ ദാൻ 400 ലെറ്റേഴ്സ് ഫ്രം ഫേമസ് റിട്ടേൺസ്. അവളുടെ കയ്യിൽ എന്തിൻ്റെ ശേഖരണമുണ്ട്? 400-ലധികോളം വലിയ ഫേമസ് ആയിട്ടുള്ള അറിയപ്പെട്ട എഴുത്തുകാരിൽ നിന്ന് കിട്ടിയ കത്തുകളുടെ ശേഖരണമുണ്ട്. ഷീ ഹാസ് റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ് ഇൻക്ലൂഡിങ് ദി സർഗപ്രതിഭ നാഷണൽ അവാർഡ്. അവർക്ക് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? സർഗപ്രതിഭ നാഷണൽ അവാർഡ് കിട്ടി. നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കലവറയിലെ മാലാഖ. അവളുടെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഇത് രണ്ടും. ഗുളിക വരച്ച ചിത്രങ്ങളും കലവറയിലെ മാലാഖയൊക്കെ അവരുടെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് തന്നതിൽ നിന്നാണ് നമ്മുടെ താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ നോക്കിയിട്ടാണ് എഴുതേണ്ടത്. സോ നമുക്ക് എന്തൊക്കെയാ ചോദ്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് എബൌട്ട്? എന്താണ് ഈ പത്രവാർത്ത പറയുന്നത്? ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വാസ് എബൌട്ട് എ വൊറേഷ്യസ് റീഡർ സതി. വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള, ആവേശമുള്ള ഒരു വ്യക്തിയാണ് സതി. അവളെക്കുറിച്ചാണ് ഈ പത്രവാർത്ത. ഇനി അടുത്തത്, വാട്ട് ഈസ് സതീസ് പ്രോബ്ലം? എന്തായിരുന്നു സതിയുടെ പ്രശ്നം? അവൾക്ക് മാരകമായിട്ടുള്ള, അധികം ആർക്കും ഇല്ലാത്ത ഒരു വൈകല്യം ഉണ്ടായിരുന്നു. എന്താണ്? അവൾക്ക് നടക്കാൻ പറ്റില്ല. ഷീ ഹാസ് എ റെയർ ഡിസോർഡർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു വാക്ക്. അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള, റെയർ ആയിട്ടുള്ള ഒരു വൈകല്യം ഉണ്ടായിരുന്നു. വേർ ഈസ് ദിസ് ന്യൂസ് റിപ്പോർട്ട് ഫ്രം? എവിടെ നിന്നാണ് ഇത് എഴുതിയത്? കാനങ്ങാട് അല്ലേ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലേസ്. സോ അത് എഴുതുക.
വാട്ട് മേജർ അവാർഡ് ഡിഡ് സതി റിസീവ്? എന്താണ് സതിക്ക് കിട്ടിയ മേജർ അവാർഡ്? ഏറ്റവും വലിയ അവാർഡ് ഏതായിരുന്നു? സർഗപ്രതിഭ നാഷണൽ അവാർഡ്. ഹൂ മോട്ടിവേറ്റഡ് സതി? ആരാണ് സതിയെ പ്രചോദിപ്പിച്ചത്? ഹെർ ഫാദർ സിവിക് കോടക്കാട്. വാട്ട് ആർ ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്? വർക്ക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. ഈ സതി എഴുതിയ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഗുളിക വരിച്ച ചിത്രങ്ങൾ, കലവറയിലെ മാലാഖ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ അവിടെ എഴുതുക. അടുത്ത ആക്ടിവിറ്റി, ക്രിയേറ്റ് എ സിമ്പിൾ ഇല്ലുസ്ട്രേറ്റഡ് ബുക്ക് ഓഫ് യുവർ ഓൺ. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സിമ്പിൾ, ഭയങ്കര ചെറിയ സിമ്പിളായിട്ടുള്ള നിങ്ങൾ ചിത്രീകരിച്ച ഒരു ബുക്ക് നിർമ്മിക്കാനാണ് പറഞ്ഞത്. യു ക്യാൻ ഡ്രോ സ്യൂട്ടബിൾ പിക്ചേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാം. കളർ ദം, കളറുകൾ കൊടുക്കാം. വാട്ട് സ്റ്റോറീസ് വിൽ യു ആഡ് ഇൻ യുവർ ബുക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കഥകളാണ് നിങ്ങളുടെ ബുക്കിൽ എഴുതുക? വിൽ ഇറ്റ് പിക്ചർ സ്റ്റോറീസ്? അത് ചിത്രം വരയ്ക്കുന്ന ചിത്രങ്ങളുള്ള കഥകളായിരിക്കുമോ? വിൽ യു ഇൻക്ലൂഡ് പോയംസ്? പോയംസ് എന്ന് പറഞ്ഞാൽ കവിതകൾ. നിങ്ങൾ കവിതകൾ അതിൽ ഇൻക്ലൂഡ് ചേർക്കോ? ഹൗ വിൽ യു ഡിസൈൻ ദി കവർ? അങ്ങനെയാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ചട്ടയില്ലേ, കവറില്ലേ, എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ നിർമ്മിക്കുക? പ്രിപ്പയർ ദ സ്റ്റോറി ബുക്ക് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അങ്ങനെ നിങ്ങളടുത്ത് ഒരു സ്റ്റോറി ബുക്ക് തയ്യാറാക്കി നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. ഇനി അടുത്തത് ക്രാഫ്റ്റ് കോർണർ. ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാനാണ്. എന്താണ്? ദ ചിൽഡ്രൻ ലവ്ഡ് ദ ബുക്സ്. കുട്ടികൾക്ക് ബുക്കുകൾ ഇഷ്ടമാണ്. ദേ ഡിഡിൻറ്റ് വാണ്ട് ടു സ്പോയിൽ ഇറ്റ് ബൈ ഫോൾഡിങ് ദി പേജസ്. അങ്ങനെ പുസ്തകങ്ങൾ പേജ് ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കഥയുടെ നടുവിലെത്തി, നമ്മൾക്ക് വായിച്ച് തീർക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾക്ക് ആ ടൈമിൽ അതിൻ്റെ ബാലൻസ് വായിക്കാനേ ടൈമില്ല. നമുക്ക് എന്തോ പോകേണ്ടതുണ്ട്, നാളെയാണ് നമ്മൾ അതിൻ്റെ ബാലൻസ് വായിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ, പേജൊന്ന് മടക്കി വെക്കില്ലേ? പക്ഷെ അങ്ങനെ മടക്കി വെച്ചാൽ നമ്മളെ ബുക്ക് ഒരു കേടാവും. അതിന് പകരം നിങ്ങൾക്ക് എന്തുണ്ടാക്കാം? ബുക്ക് മാർക്കുകൾ ഉണ്ടാക്കാം. ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ പേജിൻ്റെ നമ്മൾ അടയാളം വെക്കാൻ വേണ്ടിയിട്ട് നല്ല രസത്തിൽ ഭംഗിയിൽ ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റാണ് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ. ഹെൽപ്പ് ദം ടു മേക്ക് ബ്യൂട്ടിഫുൾ ബുക്ക് മാർക്സ്. അങ്ങനെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ള ബുക്ക് മാർക്ക് ഉണ്ടാക്കാനാണ് പറയുന്നത്. സം എക്സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. നിങ്ങൾക്ക് താഴെയുള്ള ചിത്രത്തിൽ ചില ബുക്ക് മാർക്കിൻ്റെ പിന്നെ സിമ്പിൾസ്, ഫോട്ടോസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് അത് നോക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ക്രാഫ്റ്റ് പല കളർ പേപ്പറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയിൽ ബുക്ക് മാർക്സ് ഉണ്ടാക്കി നോക്കുക. നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി നോക്കിയാലോ? എങ്ങനെയാണ് നമുക്ക് നിർമ്മിക്കാം? നോക്കിക്കേ. ആദ്യം നിങ്ങളൊരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ എടുക്കുക, പിക്ചർ 1 പറഞ്ഞതുപോലെ. എന്നിട്ടോ പുട്ട് ദ പേപ്പർ ആസ് ഷോൺ ഇൻ പിക്ചർ 2. പിക്ചർ 2 ആ പേപ്പർ തിരിച്ചു പിടിക്കുക. എന്നിട്ട് മാർക്ക് എക്സ് ഓൺ അപ്പർ, എക്സ് മുകളിലും വൈ ഓൺ ലോവർ പാർട്ട്, വൈ അടിയിലും മാർക്ക് ചെയ്യുക. ഫോൾഡ് ദ പേപ്പർ ആസ് ഷോൺ ഇൻ ദ പിക്ചർ 3. മൂന്നാമത്തെ ചിത്രത്തിലുള്ളതുപോലെ ഈ പേപ്പർ മടക്കുക, അതായത് വൈയിൽ നിന്ന് എക്സിലേക്ക് മടക്കുക. നൗ യുവർ പേപ്പർ വിൽ ബി ആസ് ഷോൺ ഇൻ പിക്ചർ 4. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം 4 കിട്ടും. ഇനിയോ, ഫോൾഡ് ദി വൈ പാർട്ട് അപ്പർ പാർട്ട് ഓഫ് ദി പേപ്പർ. അതായത് വൈ എന്ന് പറഞ്ഞാൽ മുകളിലെ ഭാഗമല്ലേ, ഡൗൺ ടു ടച്ച് ദി ബേസ്. അങ്ങനെ അടിയിലേക്ക് ബേസിലേക്ക് തട്ടുന്ന രൂപത്തിൽ മടക്കുക. മേക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോർണർ ഓഫ് ബേസ് പി ആൻഡ് ക്യൂ ആസ് ഷോൺ ഇൻ പിക്ചർ 5. ചിത്രത്തിൽ തന്നതുപോലെ ലെഫ്റ്റ് പി ആയിട്ടും റൈറ്റ് ക്യൂ ആയിട്ടും അടയാളപ്പെടുത്തുക. എന്നിട്ട് ചിത്രത്തിൽ കാണുന്ന 6ാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ പി എക്സിലേക്ക് മടക്കുക. എന്നിട്ട് ഫോൾഡ് ദി കോർണർ ക്യൂ ടു ടച്ച് എക്സ് ആസ് ഷോൺ ഇൻ ദി പിക്ചർ എ. ചിത്രം എയിലുള്ളതുപോലെ ക്യൂവിൻ്റെ സൈഡ് എവിടേക്ക്? എക്സിലേക്ക് മടക്കുക. മാർക്ക് എ ആൻഡ് ബി ഓൺ ദ ബോട്ടം ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അടിയിലുള്ള ലെഫ്റ്റിലും ഇടത്തും വലത്തും എ ബി എന്ന് മാർക്ക് ചെയ്യുക. ഇൻസേർട്ട് കോർണർ ക്യൂ ടു പോക്കറ്റ് ബി. അങ്ങനെ ബീൻ്റെ ഉള്ളിലേക്ക് ക്യൂവിനെ കയറ്റുക. ടേൺ ദ പേപ്പർ അപ്സൈഡ് ഡൗൺ. എന്നിട്ട് മുകളിലത്തെ ഭാഗം തിരിക്കുക. ഡ്രോ 2 ഐസ് നോസ് ആൻഡ് മൗത്ത്. നമ്മുടെ ഈ ബുക്ക് മാർക്ക് കുറച്ച് ക്യൂട്ടാകാൻ വേണ്ടിയിട്ട് 2 കണ്ണും ഒരു മൂക്കും ഒരു വായൊക്കെ വരച്ച് കൊടുക്കുക. ഡ്രോ ആൻഡ് കട്ട് 2 ഇയേഴ്സ് ആൻഡ് ഷോൺ ഫ്രം എ പേപ്പർ ആൻഡ് പേസ്റ്റ് ദം യൂസിങ് എ ഗം ആസ് ഇൻ പിക്ചർ 10. അങ്ങനെ വേറൊരു പേപ്പറിന് 2 ചെവി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒട്ടിക്കുക, പിക്ചർ 10 കാണിക്കുന്നത് പോലെ. യുവർ കോർണർ ബുക്ക് മാർക്ക് ഈസ് റെഡി നൗ. ഇതാണ് നിങ്ങൾ നിർമ്മിച്ച നിങ്ങളുടെ ബുക്ക് മാർക്ക്.
ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് ദ കളർഫുൾ ട്രഷർ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ചോദിച്ചത്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്നും നിങ്ങൾ കമൻറ്റിൽ പറയുക. സോ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.